ഹലോ, എവർക്കും സ്മാർട്ട് പീസ് ഓൺലൈൻ സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷ കഴിഞ്ഞതിന് ശേഷം LGSൻ്റെ ക്ലാസ് ഇല്ലേ എന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ LGSൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയമുണ്ട് നമുക്ക് അത്യാവശ്യം. LGSൻ്റെ പോർഷൻസൊക്കെ ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ നല്ല രീതിയിൽ LGSൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ നന്നായി എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ LD എക്സാം ഉള്ളവരും നിങ്ങളും ഇത് എന്ത് ചെയ്യുക, കാണുക. കാരണം നിങ്ങൾക്കും ഈ സിലബസുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. അതായത് LDക്കും LGSനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ. പിന്നെ യൂണിവേഴ്സിറ്റി LGS ഒക്കെ നിങ്ങൾ നന്നായി എഴുതിയെന്നും ഒരു നല്ല മാർക്ക് ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. സന്തോഷം. നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതും സന്തോഷം. ഓക്കെ. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട 3 ആൾക്കാർ, ഇപ്പോൾ ഇവർ വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല ആർട്ടിസ്റ്റുകളും കൂടിയാണ്. ഓക്കെ. എവിടെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ചാനൽ പരിശോധിക്കുക. ഇനി എല്ലാ ഞായറാഴ്ചകളിലും ഇവരുടെ ഓരോ സറ്റയർ ഇപ്പോൾ ഇവിടെ ഒരു സറ്റയർ വീഡിയോ വരും. ഓക്കെ. അപ്പോൾ അത് ഫോളോ ചെയ്യുക. ശരി, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മളിത് പഠിക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ആ ചെറിയൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. നമ്മളിത് പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി LGS ചോദ്യം വന്നൊരു ഭാഗമാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. ഇത് നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള സാധനം തന്നെയാണ്. ഇവിടെ ആ സാധനം തന്നെ നമ്മൾ വീണ്ടും ഒന്നും എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് പഠിക്കുക. ഓക്കെ. ശരി, നമ്മുടെ കേരളത്തിനല്ല, ഇന്ത്യയുടെ തീരപ്രദേശം. മനസ്സിലായി? ഇന്ത്യയുടെ തീരപ്രദേശം. കേരളമല്ല, ഇന്ത്യയുടെ തീരപ്രദേശമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് സമുദ്ര തീരമുള്ളത്? കണ്ണ് കുത്തി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 9. എത്രയാണ്? 9. സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പിള്ളേരെ? 9. ഓക്കെ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അത് നമ്മുടെ കേരളമൊക്കെ വരുന്ന ഭാഗത്ത് ഏത് കടലാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏത് കടലാണ് പിള്ളേരെ? അറബിക്കടലാണ്. സംശയമൊന്നുമില്ല. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഒത്തിരി മിടുക്കണ്ടെന്നേ. ഓക്കെ. അപ്പോൾ പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് ഏതാണ്? ബംഗാൾ ഉൾക്കടലുമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ 3 കാര്യങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇവ 3 സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് കന്യാകുമാരി. അതാണ് ഇവിടെ കന്യാകുമാരി. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്ന സ്ഥലമാണ് ഏത്? മോനെ? കന്യാകുമാരി. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി കടൽ തീരം എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞു? 9. താങ്കളും ശ്രമിച്ച 9 ഒന്ന് പറയാൻ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കൊൽക്കത്ത. എന്താണ് സംസ്ഥാനമായത് മോനെ? പശ്ചിമ ബംഗാൾ, ഒഡീഷ. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഈ 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? കടൽത്തീരമുള്ളത്. പഠിക്കാൻ വളരെ എളുപ്പം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഈ 9 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട് പിള്ളേരെ? കടൽത്തീരമുണ്ട്. അപ്പം നമുക്ക് 2 കടലുണ്ടെന്ന് പറഞ്ഞില്ലേ? പടിഞ്ഞാറ് ഭാഗത്ത് ഏത് കടല്? അറബിക്കടല്. കിഴക്ക് ഭാഗത്ത് ഏത് കടല്? ബംഗാൾ കടല്. അപ്പൊ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? അറബിക്കടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം നിൽക്കുന്നത് അറബിക്കടലിന്റെ ഭാഗത്താണ്. അപ്പൊ ആ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളൊന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. കേരളമുണ്ട്, കർണാടകയുണ്ട്, ഗോവയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തുണ്ട്. അപ്പൊ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണം പിള്ളേരെ? 5 എണ്ണം. ഏതൊക്കെയാണ്? കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഏതും കൂടെ ഉണ്ട്? തമിഴ്നാടും കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ആ പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നതെങ്കിലും തമിഴ്നാട് എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട് ആ കന്യാകുമാരി ഭാഗമൊക്കെ എന്ത് ചെയ്യുന്ന പിള്ളേരെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 5 അല്ല, എത്രയാണ്? 6. എന്നെ തിരുത്തിയതിന് വളരെ നന്ദി കേട്ടോ. ശരി. ഓക്കെ. അല്ല, അദ്ദേഹം പറഞ്ഞു 5 അല്ല 6 പറഞ്ഞത്. അതിൻ്റെ എണ്ണം തെറ്റിപ്പോയി. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഞാനൊരു കില്ലടി. ഓക്കെ. തമിഴ്നാട്. അപ്പൊ ഈ പറഞ്ഞ ഈ ഭാഗത്തുള്ള 5 എണ്ണവും പിന്നെ ഏതോ കൂട്ടിയാൽ മതി. തമിഴ്നാട് കൂട്ടിയാൽ മതി കേട്ടോ. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്. ഓക്കെ. ശരി. അടുത്ത ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാ? തമിഴ്നാട് അവിടെയുണ്ട്. തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ. തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ. അപ്പൊ ബംഗാൾ ഉൾക്കടലുമായിട്ടും അതുപോലെ തന്നെ അറബിക്കടലുമായിട്ടും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ശരി, പഠിച്ചു നിങ്ങൾ. ശരി. അടുത്ത ദക്ഷിണേന്ത്യയിൽ നമ്മൾ പറഞ്ഞ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തായി? കടൽത്തീരമായി. എന്നാൽ ദക്ഷിണേന്ത്യയിൽ കടൽത്തീരമില്ലാത്ത ഒരു സംസ്ഥാനമുണ്ട്. ഏതാണ്? തെലുങ്കാന അല്ല മോനെ, തെലങ്കാന. എന്താണ്? തെലങ്കാന. ദക്ഷിണേന്ത്യയിലെ കടൽത്തീരമില്ലാത്ത സംസ്ഥാനമാണ് ഏത്? തെലങ്കാന. ഇനി എത്ര കേന്ദ്രഭരണ പ്രദേശം കടൽത്തീരം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണേ. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീപ്. അതിപ്പോ ഒന്നല്ലേ? ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീപിന് എന്തുണ്ട്? കടൽത്തീരമുണ്ട്. പുതുച്ചേരി കടൽത്തീരം ഉണ്ടോ? പുതുച്ചേരി കടൽത്തീരം ഉണ്ടോ? ഉണ്ട്. ഓക്കെ. ലക്ഷദ്വീപിന് കടൽത്തീരം ഉണ്ടോ? ലക്ഷദ്വീപ് കടലിലാണ് നിൽക്കുന്നത്. ഏത് കടലാണ് ലക്ഷദ്വീപ്? അറബിക്കടല്. ആൻഡമാൻ ഉണ്ടാടാ? ഉണ്ട്. ഓക്കെ. ആൻഡമാന് നിക്കോബാറിനും ഉണ്ട്.
മനസ്സിലായ? ലക്ഷദ്വീപിന് കടൽത്തീരം ഉണ്ടാകുന്ന കേട്ട് കഴിഞ്ഞാൽ ആ ചോദിക്കുന്നതിന് ആദ്യം അടിക്കണം. കാരണം ലക്ഷദ്വീപ് നിൽക്കുന്നത് എവിടെയാണ്? നീ അടിക്കാറ് ഒന്ന് കട്ട് ചെയ്ത്. ലക്ഷദ്വീപ് എന്തുണ്ട്? കടൽത്തീരമുണ്ട്. ലക്ഷദ്വീപ് എന്തുണ്ടുള്ളത്? കടൽത്തീരമുണ്ട്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നതിന് കടലിലാണ്. ഏത് കടലിലാണ്? അറബിക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാറിന് കടൽത്തീരമുണ്ടോ? ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അത്ര മനസ്സിലായ? അടുത്ത്, ഇന്ത്യയുടെ തീരപ്രദേശം എവിടെ മുതൽ എവിടെ നിന്ന് വരെ കേട്ട് കഴിഞ്ഞാൽ പിള്ളേർ നോക്കിക്കോണം. നമ്മുടെ പടിഞ്ഞാറ് ഭാഗം, അതായത് കേരളമൊക്കെ നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങ് ഗുജറാത്തല്ലേ മുകളിൽ. ഗുജറാത്തിലെ ഏത് മുതൽ? റാൻ ഓഫ് കച്ച് മുതൽ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഗുജറാത്ത് കണ്ട, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാള്, അതുവഴി പശ്ചിമ ബംഗാളിലെ ഏത് വരെയാണ്? സുന്ദർബൻസ് വരെ, അല്ലെങ്കിൽ സുന്ദർബൻസ് വരെ. അതായത് ആ സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയിലല്ലേ? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയിലല്ലേ? അപ്പോൾ ആ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ്. മനസ്സിലായോ? അതായത് ഇന്ത്യയുടെ കളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പടിഞ്ഞാറ് ഗുജറാത്തിൽ റാൻ ഓഫ് കച്ച് മുതൽ ഇങ്ങനെ കറങ്ങി എവിടം വരെയുണ്ട്? പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ. മനസ്സിലായല്ലോ? അപ്പോൾ അതുവരെയാണ് ഇന്ത്യയുടെ കടൽത്തീരം. സെറ്റല്ലേ? പോണം, ഒന്ന് പോസ് ചെയ്താണ്ട. ഈ പറഞ്ഞ എത്ര എന്ന് പറയാൻ പിള്ളേരെ? സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര? കേരളത്തിൽ എത്ര ജില്ലകൾക്ക് സമുദ്രതീരമുണ്ട്? കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ 9ആണ്. ഇന്ത്യയുടെ സംസ്ഥാനം ചോദിച്ചാൽ എന്താണ്? 9ആണ്. ഓക്കെ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല് അറബിക്കടല്, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല് ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് ഏത്? കന്യാകുമാരി. കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഏതൊക്കെയാ പറഞ്ഞു നമ്മള്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതിൽ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നത് നമ്മൾ പറഞ്ഞു ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അതുപോലെ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഏതൊക്കെ നമ്മൾ പറഞ്ഞു? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. പിന്നെ നമ്മൾ പറഞ്ഞു കടൽത്തീരമുള്ള കേന്ദ്രമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ദാദ്ര ഹവേലി ആൻഡ് ദാമൻ ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. അപ്പം 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് എന്തുള്ളത് പിള്ളേരെ? കടൽത്തീരമുള്ളത്. ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ആരംഭിച്ച് പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ എന്തുണ്ട്? ഇന്ത്യയുടെ കടൽത്തീരമുണ്ട്. ഓക്കെ, സെറ്റല്ലേ? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള, ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് പല ആൾക്കാരും സംശയിക്കുന്ന കാര്യമാണ്. തമിഴ്നാടാണ് ഇപ്പോഴത്തെ ആൻസർ. കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം, പുതിയ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാടിൻ്റെ കടൽത്തീര പ്രദേശം 1076 കിലോമീറ്ററാണ്. എത്ര വളരെ? 1076 കിലോമീറ്ററാണ്. ഓക്കെ. ആന്ധ്രാപ്രദേശിന് 974 ഉള്ളൂ. ആന്ധ്രാപ്രദേശിന് എത്രയേ ഉള്ളൂ? 974 ഉള്ളൂ. ആന്ധ്രാപ്രദേശിന് എത്രയേ ഉള്ളൂ? 974 ഉള്ളൂ. ഓക്കെ, സെറ്റല്ലേ? ഒന്ന് സെറ്റ് ഇമ്പോഷൻ വരുന്നു. എടാ, ഈ കേരളത്തിൻ്റെ കടൽത്തീരം എത്രയാണ്? 580 അല്ല, 590 കേട്ടോ. പുതിയ കണക്കുകൾ പ്രകാരം എത്രയാണ്? 590. അതുപോലെ ഈ വേനൽ മഴയുടെ അളവ് നമ്മൾ മുമ്പ് പഠിച്ച 50ആണ്. പക്ഷേ PSC 40 എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ എടുത്തിട്ടുണ്ട്. അതായത് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയുടെ അളവ് എത്രയെന്ന് എടുത്തിട്ടുണ്ട്? 40 സെൻറ്റിമീറ്റർ എന്ന് എടുത്തിട്ടുണ്ട് ആൻസർ. അത് ഓർത്തോണം കേട്ടോ. അതേപോലെ നമ്മൾ കേരളത്തിൻ്റെ കടൽത്തീരം നമ്മൾ മുമ്പ് പഠിച്ചത് എത്രയായിരുന്നു? 580 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ എത്രയാണ്? 590 കിലോമീറ്റർ. 590 കിലോമീറ്റർ. അത് PSC ആൻസർ എടുത്താണ് 590 കിലോമീറ്റർ. അതുപോലെ വേനൽ മഴ എത്ര കിലോമീറ്റർ അല്ല എത്ര സെൻറ്റിമീറ്റർ ആണ്? 40 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാ? ഗോവ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ദക്ഷിണ സംസ്ഥാനം തമിഴ്നാട്. 1076. ഓക്കെ. ആന്ധ്രാപ്രദേശ് 974. കേരളം 590. കേരളം എത്രയാണ്? 590 കേരളത്തിൻ്റെത്. ഏറ്റവും കുറവ് സമുദ്രമുള്ള സംസ്ഥാനമാണ് ഗോവ. സമുദ്രതീരമില്ലാത്ത ദക്ഷിണ സംസ്ഥാനം ഏതാ? തെലങ്കാന. എന്നുള്ളത് തെലങ്കാന. ഓക്കെ. ഈ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിള ഏതാ? തെങ്ങും നെല്ലുമാണ് പ്രധാന കാർഷിക വിള. തെങ്ങും നെല്ലുമാണ് എന്ത്? പ്രധാന കാർഷിക വിള. ഇന്ത്യയുടെ തീരപ്രദേശത്തെ എത്രയായി തിരിക്കുന്നു? ഒന്ന് പറയാം ഏതൊക്കെയാണ്? 5. സ്റ്റോപ്പ്. എത്ര? ഗുജറാത്ത് തീരം. മറ്റേ അങ്ങനെ. എടാ, ഇത് പൊതുവെ എത്ര തിരിക്കുന്നു പിള്ളേരെ? 2 തിരിക്കുന്നു. എത്രയാണ് 2? ഒന്ന് കിഴക്കൻ തീരം, മറ്റൊന്ന് പടിഞ്ഞാറൻ തീരം. കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരവും. കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരം. ഓക്കെ. നമുക്ക് ആദ്യം കിഴക്കൻ തീരം പഠിക്കാം. കിഴക്കൻ തീരത്തിന്റെ മറ്റൊരു പേരെന്താണ്? പൂർവ്വതീരം. എന്താണ്? പൂർവ്വതീരം. അപ്പം
പടിഞ്ഞാറൻ തീരത്തിന് മറ്റൊരു പേര് ഇതൊരു ബ്രില്യൻറ്റ് ബോയിഡാ. ഓക്കെ, അപ്പോൾ കിഴക്കൻ തീരം, പൂർവ്വ തീരം, പടിഞ്ഞാറൻ തീരം, പശ്ചിമ തീരം. ഓക്കെ, പൂർവ്വം എന്ന് വെച്ചാൽ എന്താണ്? പശ്ചിമം എന്ന് വെച്ചാൽ ദക്ഷിണം എന്ന് വെച്ചാൽ ഉത്തരം എന്ന് വെച്ചാൽ വടക്ക്. ഓക്കെ, സുന്ദര വനപ്രദേശം ഏതാണ് ഇത്? അതുപോലെ നമുക്ക് എന്ത് ചെയ്തു ചോദിച്ചു. ഇത് നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ക്ലാസ് തന്നെയാണ് പ്ലേ. നിങ്ങൾ ബാക്കിലോട്ട് നോക്കിയാൽ മതി കേട്ടോ. ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ കിടപ്പുണ്ട്, നമ്മളെ ചാനൽ നോക്കിയാൽ മതി. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരമാണ് ഏത്? കിഴക്കൻ തീരം. അതായത് എവിടെ മുതൽ? പശ്ചിമ ബംഗാളിലെ സുന്ദരവനം എന്ന് വെച്ചാൽ സുന്ദർബൻസ്. ആ സുന്ദരവനം മുതൽ എവിടെ വരെ? തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരമാണ് ഏത്? കിഴക്കൻ തീരം. ഈ കിഴക്കൻ തീരം ഏത് കടലിനും ഏത് പർവ്വത നിരക്കും ഇടയിൽ നട്ടാൽ നിങ്ങൾ എന്ത് പറയും? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഏത്? കിഴക്കൻ തീരം. ഏതിനൊക്കെ ഇടയിലാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. പറ ഏതിനൊക്കെ? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കേട്ടോ. അടുത്ത്, കിഴക്കൻ തീരത്ത് വരുന്ന സംസ്ഥാനങ്ങൾ 5 എണ്ണമുണ്ട്. എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണമുണ്ട്. അത് തെറ്റാണ്. എത്ര എണ്ണമുണ്ട്? 4 എണ്ണമുണ്ട്. എണ്ണം തെറ്റിപ്പോയതാണ്. ഓക്കെ, എത്രയാണ്? 4 എണ്ണം. ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കിഴക്കൻ തീരത്തുള്ള സംസ്ഥാനങ്ങൾ എത്ര വളരെ? 4 കണ്ടോ? 4 കേട്ടോ. കണ്ടല്ലോ, എത്രയുടെ ഇത്? 4. ഇത് എത്ര? 4 കേട്ടോ. 4. ഇനിയിപ്പോൾ 5 ആദ്യം പറഞ്ഞുകൊണ്ട് കുറേ 5ന്റെ വഴിക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ്. നമ്മൾ തെറ്റ് എഴുതണ കേട്ടാൽ എന്ത് ചെയ്യും? പഠിക്കും. ശരി, ഒരു 1000 തവണ കേട്ടാൽ എന്ത് ചെയ്തില്ല? പഠിക്കത്തില്ല. അപ്പൊ എത്ര എണ്ണം? 4. ഓക്കെ, 4. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. അടുത്ത്, കിഴക്കൻ തീരപ്രദേശത്ത് എത്രയായിരിക്കും? 2. അടിച്ചിന്റെ 32 പല്ലം താഴെ കേട്ടോ. 2 എത്രയായിരിക്കും വളരെ? 2 ആയിത്തിരിക്കും. എത്രയാണ്? 2. കിഴക്കൻ തീരപ്രദേശത്തെ 2 തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാ വളരെ? കോറമണ്ടൽ തീരവും വടക്കൻ സിർക്കാസ് തീരമെന്നും. പിള്ളേരെ, ഈ ഭാഗത്ത് വരണതാണ് കിഴക്കൻ തീര സമതലം കേട്ടാ. അതിന് എത്ര തിരിക്കും? 2 തിരിക്കും. മുകളിലോട്ടുള്ള ഭാഗത്തിന്റെ പേരെന്താണ്? വടക്കൻ സിർക്കാസ്. താഴോട്ടുള്ള ഭാഗത്തിന്റെ പേരെന്താണ്? കോറമണ്ടൽ. നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടോ? ഇത് മനസ്സിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? മുകളിലോട്ടുള്ളതിന് വടക്കൻ സിർക്കാസ്, താഴോട്ടുള്ളതിന് കോറമണ്ടൽ തീരം. ഈ കോറമണ്ടൽ തീരം എന്ന് പറയുന്നത് തമിഴ്നാടിനെയാണ് കേട്ടോ. ഏതിനാണ്? തമിഴ്നാടിനെയാണ് കോറമണ്ടൽ തീരം എന്ന് പറയുന്നത് കേട്ടോ. കോറമണ്ടൽ തീരം ഏതാണ്? തമിഴ്നാട്. ഓക്കെ, അടുത്ത്, വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി. പ്രീവിയസ് ചോദ്യമാണ്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ, ഏത് മൺസൂണിന്റെ? വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി ഏതാ? കിഴക്കൻ തീരസമതലം. ഏതാ? കിഴക്കൻ തീരസമതലം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പറ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏതൊക്കെടാ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതയാണ്. എന്താണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ കിഴക്കൻ തീരസമതലത്തിന് എന്താണ്? പ്രത്യേകതയാണ്. എന്താണ് വളരെ പ്രത്യേകത? എങ്കിൽ പറ, കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാ? ചിൽക്ക. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ്? വളരെ ചിൽക്കയാണ്. ചിൽക്ക. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഏത് തന്നെ? ചിൽക്ക തന്നെയാണ്. ഏറ്റവും വലിയ തടാകം ചോദിച്ചാലോ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ഏതാണ്? ചിൽക്ക തന്നെയാണ്. ഏതാണ് വളരെ? ചിൽക്ക. ഓക്കെ, ലവണാംശം കൂടിയ തടാകം ചോദിച്ചാൽ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ഏതാണ്? ചിൽക്ക. ഏതാണ്? ചിൽക്ക. എന്നാൽ ലവണാംശം കൂടിയ ചോദിച്ചാൽ ഏതാണ്? സാമ്പാർ. ലവണാംശം കൂടിയ ചോദിച്ചാൽ സാമ്പാർ. ഓക്കെ, അപ്പൊ നമുക്ക് കിഴക്കൻ തീരം അല്ലെങ്കിൽ പൂർവ്വ തീരം പറഞ്ഞു നോക്കാം. ഇടം മുതൽ ഇടം വരാ. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ. പറയടാ, സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ. ഏതിനൊക്കെ ഇടയില്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ. ഓക്കെ, ഈ കിഴക്കൻ തീര സമതലത്തിൽ വരുന്ന സംസ്ഥാനങ്ങൾ: 1 തമിഴ്നാട്, 2 ആന്ധ്രാപ്രദേശ്, 3 ഒഡീഷ, 4 വെസ്റ്റ് ബംഗാൾ. ഓക്കെ ആണല്ലോ. അടുത്ത, കിഴക്കൻ തീരപ്രദേശത്ത് എത്ര എത്തിരിക്കും? വടക്കൻ സിർക്കാസ്, കോറമണ്ടൽ. വടക്കൻ സിർക്കാസ്, കോറമണ്ടൽ. ഈ കോറമണ്ടൽ എന്ന് വെച്ചാൽ ആരാണ്? തമിഴ്നാടിന്റെ തീരപ്രദേശം കേട്ടോ പിള്ളേരെ. ഏത് മൺസൂൺ? വടക്കിഴക്കൻ മൺസൂൺ കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. ഏതൊക്കെ നദികള്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ ഈ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ഏത്? ചിൽക്ക. ഓക്കെ, ഇത്രയൊന്ന് പഠിച്ചേ, പെട്ടെന്ന് പഠിച്ചേ. അടുത്ത നമ്മൾ പഠിക്കാൻ നമ്മൾ ഏതായിരിക്കും?
നിങ്ങൾക്ക് ഭയങ്കര പ്രഡിക്ഷനൊക്കെ ഉള്ള ബുദ്ധിയുള്ള കുട്ടികളാണ്. പശ്ചിമ തീരം പടിഞ്ഞാറൻ തീര സമതലം കേട്ടോ. പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര സമതലം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയോ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി. ക്ലിയർ ആണല്ലോ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ആയാൽ പശ്ചിമ തീരം. സുന്ദർബനം മുതൽ കന്യാകുമാരി വരെ ആയാൽ പൂർവ്വ തീരം. മനസ്സിലായ? അപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ആയാൽ പശ്ചിമ തീരം. സുന്ദർബനം മുതൽ കന്യാകുമാരി വരെ ആയാൽ പൂർവ്വ തീരം. സെറ്റാണ്. ഓക്കെ, ശരി. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ. ഇവിടെ ആകുമ്പോൾ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനിടയിൽ സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറൻ തീര സമതലത്തെ എത്ര തിരിക്കുന്നു? 3. ഏതൊക്കെ? ഇവിടെ നിന്ന് പോവാം. ഗുജറാത്ത് മുകളിൽ, ഏറ്റവും മുകളിൽ ഗുജറാത്ത്. കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ഒലിവ് റെഡ്ലി ആമകൾ കാണപ്പെടുന്ന തീരം ഏതാണ്? ഒലിവ് റെഡ്ലി എടേ, എന്തിനാണ് അവന്മാർ ആ പോയിന്റ് എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. അത് ഒഡീഷ തീരത്താണ്, വെറുതെ ആളെ പറ്റിക്കാനായിട്ട്. അതാ ഇപ്പോഴത്തെ വരേണ്ട പോയിന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത് ടെക്സ്റ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് ആയിപ്പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, കണക്ഷൻ കിങ്ങടാ. ഒലിവ് എടാ, അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ നല്ല കണക്ഷനാണ്. ഒലിവ് റെഡ്ലി ഒഡീഷ. ഒലിവ് റെഡ്ലി കാണപ്പെടുന്ന എവിടെ പിള്ളേരെ? ഒലിവ് റെഡ്ലി ആമകളെ കാണപ്പെടുന്ന എവിടെയാണ്? ഒഡീഷ. എവിടെയാണ്? ഒഡീഷ. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് എന്നറിയാവോ? ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ചാണ് തിത്തൽ ബീച്ച്, ഗുജറാത്ത്. നമ്മളെ തിത്തൽ ബീച്ച്, ഗുജറാത്ത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് ഏതാണ്? തിത്തൽ ബീച്ച്, ഗുജറാത്ത്. പറമോനെ, തിത്തൽ ബീച്ച്, ഗുജറാത്ത്. ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് ഏത്? ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഗുജറാത്തിന്റെ ഏത് ഭാഗത്ത്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളെയാണ് എന്ത് പറയുന്നത്? റാൻ ഓഫ് കച്ച്. എന്താണ് ഉള്ളത്? റാൻ ഓഫ് കച്ച്. വേറൊരു പേരും പറയും. ഗൾഫ് ഓഫ് കച്ച്. ഗൾഫ് ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ച്. ബ്രില്യൻ പോയിടാ. ഗൾഫ് ഓഫ് കച്ച് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച്. ക്ലിയർ ആണല്ലോ ഇവിടെ? അപ്പൊ പറ, ഇന്ത്യയിൽ ഒലിവ് റെഡ്ലി ആമകളെ കാണപ്പെടുന്ന തീരം ഒഡീഷ തീരം. ഇന്ത്യയിൽ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് തിത്തൽ ബീച്ച് എവിടെയാടാ? ഗുജറാത്തിലാണ്. ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളെ പറയുന്ന പേരാണ് റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ച്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ജില്ലയാണ് ഏത്? കച്ച്. ഏറ്റവും ചെറിയ ജില്ലയാണ് ഏത്? മാഹി. ഏറ്റവും വലിയ ജില്ല കച്ച്, ഏറ്റവും ചെറിയ ജില്ല മാഹിയുമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണ്? പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞില്ലേ, കിഴക്കൻ തീരത്ത് ഏതാ? കിഴക്കൻ തീരത്ത് വടക്ക് കിഴക്കൻ. കിഴക്കൻ തീരത്ത് വടക്ക് കിഴക്കൻ. ഇതുപോലെ പടിഞ്ഞാറൻ തീരത്ത് തെക്ക് പടിഞ്ഞാറൻ. മനസ്സിലായി? അപ്പൊ രണ്ട് മൺസൂൺ ഓർത്ത് വെച്ചോണം. കിഴക്കൻ തീരത്താണ് ഏത്? വടക്കിഴക്കൻ മൺസൂൺ കൂടുതൽ. പടിഞ്ഞാറൻ തീരത്താണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ. ഓക്കെ, മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം. അതൊക്കെ മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമാണ് ഏത്? കൊങ്കൺ തീരം. അപ്പൊ കൊങ്കൺ തീരത്തിൽ ഏതൊക്കെ വരും പിള്ളേരെ? മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ പ്രദേശങ്ങളുടെ കർണാടക വടക്കൻ പ്രദേശം. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്ന തീരമാണ് ഏത്? കൊങ്കൺ തീരം. ഏതാണ്? കൊങ്കൺ തീരം. സെറ്റല്ലേ? ഓക്കെ. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗമാണ് ഏത്? കൊങ്കൺ തീരം. നമ്മൾ പറഞ്ഞു പശ്ചിമ തീരത്തെ 3ആയി തിരിക്കുന്നു അല്ലേ? ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഓക്കെ, അതിൽ പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗമാണ് ഏത്? കൊങ്കൺ തീരം. കൊങ്കൺ തീരത്തുകൂടി കടന്നു പോകുന്ന ദേശീയ പാത ഏതാ? NH 66. കണ്ടു പറഞ്ഞാ മാതിരി കണ്ണേനടാ. കൊങ്കൺ തീരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് പിള്ളേ? NH 66 കേട്ടാ. കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരളത്തിന്റെ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് ഏത്? മലബാർ. ഓക്കെ, അപ്പൊ പറഞ്ഞ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് തീരം വെച്ചാൽ ഏതാണ്? ഗുജറാത്ത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്ക് ഏതാണ്? കൊങ്കൺ തീരം. ഏതാണ്? കൊങ്കൺ തീരം. കർണാടകയുടെ തെക്കും കേരളവും മലബാർ തീരം. സെറ്റല്ലേ? സെറ്റ്. ഓക്കെ, അടുത്ത ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? മലബാർ തീരമാണ്. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണുള്ളത്? മലബാർ തീരമാണ്. മലബാർ തീരത്തിന്റെ തെക്കേറ്റം ഏതാ?
നമ്മൾ നേരത്തെ പറഞ്ഞു കന്യാകുമാരി. അതുപോലെ മറ്റേ തീരം കോറമണ്ഡൽ തീരം. കോറമണ്ഡൽ തീരത്തെ തെക്കറ്റം ചോദിച്ചാലും ഏതാണ്? കാരണം കോറമണ്ഡൽ തമിഴ്നാടല്ലേ. ഓക്കെ, ശരി. അടുത്ത് മലബാർ തീര സമതലങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ഉണ്ടാവുന്ന കാറ്റാണ് ഏത്? മായിൽ തുടങ്ങൂല, കായിലും തുടങ്ങൂല. എലിഫന്റാണ് ആൻസർ. മലബാർ തീര സമുദ്രത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഉണ്ടാകുന്ന കാറ്റാണ് ഏത്? എലിഫന്റ. അതിനെ പിള്ളേരെ എലിഫന്റ. സെറ്റല്ലേ അത് കുട്ടിക്ക്? ആ കുട്ടി കൈയടി വാങ്ങും LDC പരീക്ഷ ചെയ്യാൻ. വലിയ വാങ്ങൂല്ലേ കുട്ടി? വലുതായിട്ട് വാങ്ങും. ഓക്കെ, എന്താണ്? ഓക്കെ. അപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിടക്കുന്ന തീരം പശ്ചിമതീരം. ഏതാണ്? പശ്ചിമതീരം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ. ഏതൊക്കെയാ? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീര സമയത്ത് എത്ര തിരിക്കുന്നടാ? 3. പറ, ഏതൊക്കെ 3 ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഇന്ത്യയിൽ ഏത് ആമ? ഒലിവിറല്ലി ആമയെ കാണപ്പെടുന്നത് ഒഡീഷയിൽ. ഇന്ത്യയിൽ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് തിത്തൽ ബീച്ച്. ഏത് സംസ്ഥാനം? തിത്തൽ, ഗുജറാത്ത്. കേട്ടാ. ഗുജറാത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ച്. ഏറ്റവും വലിയ ജില്ല കച്ച്, ഏറ്റവും ചെറിയ ജില്ല മാഹി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്നത് പടിഞ്ഞാറൻ തീരത്ത് അല്ലെങ്കിൽ പശ്ചിമ തീരത്ത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്ക് കൊങ്കൺ തീരം. കൊങ്കൺ തീരത്തിന്റെ പശ്ചിമ സമുദ്രത്തിന്റെ മധ്യഭാഗം കൊങ്കൺ തീരം. കൊങ്കൺ തീരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഈ കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്റർ. എത്രയാണ്? 760 കിലോമീറ്റർ. 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. കേട്ടോ, ചോദിച്ചോ. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്റർ. കേട്ടോ. കർണാടകയുടെ തെക്കും കേരളവും കൂടെ ആകുമ്പോഴും മലബാർ തീരമായി. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം മലബാർ തീരം. മലബാർ തീരത്തിന്റെ തെക്കേറ്റം കന്യാകുമാരി. മലബാർ തീര സമതലത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഉണ്ടാകുന്ന കാറ്റാണ് ഏത് പിള്ളേരെ? എലിഫന്റ്. ആണ് പിള്ളേരെ എലിഫന്റ്. അപ്പം നമ്മൾ ഇപ്പം പഠിച്ചിരിക്കുന്ന തീരപ്രദേശത്തിൽ കിഴക്കൻ തീരവും പശ്ചിമ തീരവും നമ്മൾ എന്ത് ചെയ്ത പിള്ളേരെ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾ നന്നായി നോട്ട് എഴുതി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ LGSന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്. ഇതുപോലെയായിരിക്കും നമ്മുടെ ഓരോ ക്ലാസ്സുകളും പോകുന്നത്. നമ്മൾ കറണ്ട് അഫയേഴ്സും മാത്സും അത്യാവശ്യമൊക്കെ ഡിസ്കസ് ചെയ്ത് പോകും. നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് മാത്രം തന്നെ നിങ്ങൾക്ക് LGS എടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ. ടാറ്റ കൊടുക്കണ്ടേ ആർട്ടിസ്റ്റുകളെ? ടാറ്റ.